പശ്ചിമബംഗാളിലെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് BJP പരിഗണിക്കുന്ന സുവേന്ദു അധികാരിയുടെ സഹായിയെ വെടിവെച്ച് കൊലപ്പെടുത്തിയ സംഭവത്തിൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കി. ബൈക്കിലെത്തിയ സംഘമാണ് ചന്ദ്രനാഥിനെതിന് നേരെ വെടിയുതിർത്തതെന്നാണ് വിവരം. കൊലപാതകം നടന്ന കൊൽക്കത്തയിലെ നോർത്ത് 24 പർഗാനസിൽ നിന്ന് മധ്യം ഗ്രാമത്തിൽ ആണ് ശ്രീനാഥ് ചന്ദ്രൻ ഉള്ളത്. ശ്രീനാഥ് ചന്ദ്രൻ, ഗുഡ് മോർണിംഗ്. ഈ ഗ്രാമത്തിൽ വെച്ചാണ് അദ്ദേഹത്തിന് വെടിയേറ്റെന്ന് മനസ്സിലാകുന്നു. വിവരങ്ങൾ? ഇതിപ്പോൾ ഈ കൊലപാതകം നടന്ന വഴിയാണ്. ഈ വഴി നേരെ പോകുന്നത് അദ്ദേഹം താമസിക്കുന്ന ചന്ദ്രനാഥ് റദ്ദ് താമസിക്കുന്ന വീടിനടുത്തേക്കാണ്. ഇതവിടെ ഒരു പ്രദേശവാസിയുണ്ട്. അദ്ദേഹത്തോട് ദാദാ, आपका नाम क्या है? मेरा नाम अमित साहू है। अच्छा, आपको क्या क्या जानकारी है इसके बारे में? मैं कल लड़का को लेके ट्यूशन से आ रहा था, तब तक ये क्राइम हो चुका था। दादा को भी लेके हॉस्पिटल में चला गया था लोग। तभी हो चुका था? तब ये हो चुका था सर। वो हमेशा यही रास्ते से हाँ, टाइम पे आ रहा हाँ, बगल में इनका घर है सर, वो सामने। हाँ, उनका यही घर था, इसी रास्ते से आते थे, इसी रास्ते से जाते थे। अच्छा, बहुत बड़ा इशू था तभी। क्या क्या था? आप आया तभी क्या क्या देखा? तब तो पूरा जाम लगा हो गया था, पुलिस भी आ गया था। पुलिस आके सब सर्च कर रहा था। एक गाड़ी उनका जो रास्ता अटका के था उसको साइड करके उसके बाद रास्ता पहले क्लियर किया गया। അദ്ദേഹം വരുമ്പോഴേക്കും ഇവിടെ പോലീസ് അദ്ദേഹത്തിന്റെ മൃതദേഹവും ശരീരമൊക്കെ ഇവിടെ നിന്ന് മാറ്റിയിരുന്നു എന്നതാണ് പറയുന്നത്. ആശുപത്രിയിൽ എത്തും മുമ്പ് തന്നെ മരണം സംഭവിച്ചു എന്നതാണ്. ഞാൻ ആ വെടിവെയ്പ്പ് നടന്ന ഇടം കൂടി ഒന്ന് വളരെ വേഗം കാണിക്കാം. അവിടെ ബാരിക്കേഡ് സ്ഥാപിച്ച ഇടത്താണ് ഈ വെടിവെപ്പ് നടന്നത്. അവിടെ വാഹനത്തിന്റെ ചില്ലും മറ്റുമൊക്കെ ചിതറിക്കിടക്കുന്നത് കാണാം. ഒരല്പം മഴ ഇപ്പോൾ പെയ്യുന്നുണ്ട്. ഏതായാലും വലിയ ഒരു ആക്രമണം നടന്നു. ഇതിനു പുറകിൽ വലിയ ആസൂത്രണം ഉണ്ട് എന്നതാണ് പ്രതീക്ഷിക്കുന്നത്. പോലീസ് അങ്ങനെ തന്നെ കണക്ക് കൂട്ടുന്നു. 3 പേരെങ്കിലും ഈ ആക്രമണത്തിൽ നേരിട്ട് ഇവിടെ എത്തി ഇതിൽ പങ്കാളിയായ എന്നതാണ്. ഒരു ദൃക്സാക്ഷി പറഞ്ഞത് ബൈക്കിൽ ഒരാളായിരുന്നു, ഒരു വശത്ത് നിന്ന് വെടിവെച്ചത് ഒരാളായിരുന്നു എന്നതാണ്. അതേസമയം ഡ്രൈവർക്ക് നേരെ മറുവശത്ത് നിന്നും വെടിവെപ്പ് ഉണ്ടായിട്ടുണ്ട് എന്ന വിവരം കൂടി ദൃക്സാക്ഷികൾ പറയുന്നുണ്ട്. അതെന്തായാലും പോലീസ് ഇപ്പോൾ ഒരു കാറ് ഇതുമായി ബന്ധപ്പെട്ട് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടക്കുന്നു. എത്ര പേർ ഇതിന്റെ ഭാഗമായി എന്നത് അറിയേണ്ടിയിരിക്കുന്നു. കുറേ ദിവസങ്ങളായി ഈ പ്രദേശത്ത് നിരീക്ഷണം നടത്തുന്നുണ്ട്. ഈ അക്രമി സംഘം നിരീക്ഷണം നടത്തുന്നുണ്ടായിരുന്നു എന്നതാണ് പോലീസ് ഈ പ്രാഥമികമായുള്ള അന്വേഷണത്തിൽ മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. അതേസമയം BJP ഇപ്പോൾ CBI അന്വേഷണം ഇതിൽ വേണം എന്നുള്ളൊരു ആവശ്യം ഈ ഘട്ടത്തിൽ ഉന്നയിക്കുന്നുണ്ട്. SK ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.